എനിക്ക് പള്ളിയിൽ പോയപ്പോഴും അതുപോലെ തന്നെ വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ എല്ലാം ഭയങ്കരമായിട്ട് കോംപ്ലിമെൻറ്റ് കിട്ടിയ ഒരു സാരിയുടെ വീഡിയോ, ആ ഒരു സാരി എങ്ങനെയാണ് ഉടുക്കണത് അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഞാനിതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് പാവാടയുടെ ആവശ്യമില്ല. അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും എന്ന്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയല്ലേ ഉടുക്കുന്നത്, പാൻറ് ഇട്ടിട്ട്. പാവാടയ്ക്ക് പകരം പാവാടേക്കാളും നല്ല സെക്യൂറാണ് കേട്ടോ പാൻറ് എന്ന് പറയുമ്പോൾ. നമുക്കിങ്ങനെ പാവാട ഉടുക്കുമ്പോൾ ചിലപ്പോൾ ചില ടൈമിലൊക്കെ നമുക്ക് പാവാടയുടെ ഇത് തട്ടും, നടക്കുമ്പോഴൊക്കെ ഒരുപാട് തട്ടും. ചില പോയിന്റിൽ നമുക്കത് ഇറിറ്റേഷനായിട്ടൊക്കെ തോന്നും. പക്ഷേ പാൻറ് ഇടുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമുക്ക് കാലൊക്കെ നന്നായിട്ട് വീശി തന്നെ നടക്കാനും ഒരു ബുദ്ധിമുട്ടില്ലാതെ നടക്കാനും, ഇപ്പോൾ ഈവൻ നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് കാറ്റൊക്കെ വീശിയാൽ പോലും ഒരു ബുദ്ധിമുട്ടില്ലാതെ നടക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഉടുക്കാനായാലും ഈസിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാൻറ്റാണ് ഇട്ടേക്കുന്നത്. ഈ ഒരു പാൻറ് ഇട്ടിട്ട് എങ്ങനെ നല്ല ഷേപ്പിൽ സാരി ഉടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു പാൻറ് എന്ന് പറയുമ്പോൾ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഈ നിഴലടിക്കുന്ന മാതിരിയുള്ള തുണിയില്ലേ, ആ ഒരു തുണിയുള്ള സാരി ആണെങ്കിൽ നമുക്ക് പറ്റത്തില്ല. അതിന് പാവാട തന്നെ വേണം. അല്ലാതെ ഇതേപോലത്തെ സാരി, ഇപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന സാരി പോലത്തെ സാരി നിഴലടിക്കാത്ത തരം തുണിയാണെങ്കിൽ നമുക്ക് പാൻറ് എടുത്തിട്ട് തന്നെ നല്ല സൂപ്പറായിട്ട് ഷേപ്പിൽ തന്നെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഉടുക്കാൻ പറ്റും. അത് ഞാൻ ഫുള്ളായിട്ടല്ല എന്നെങ്കിലും ഞാൻ എങ്ങനെയാണ് ഇത് ഉടുക്കുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല ഈസിയാണ് ഇത് ഉടുക്കാനായിട്ട്, വളരെ സിമ്പിളുമാണ്. അതേപോലെ നല്ല ഷേപ്പിലിരിക്കും കേട്ടോ. എത്ര ഷേപ്പില്ലാത്തവർ, വണ്ണം ഉള്ളവരായാൽ പോലും വണ്ണം ഇല്ലാത്തവരായാലും നല്ല ഷേപ്പിൽ, ഇപ്പോൾ ബോഡിയൊക്കെ ഷേപ്പില്ലാത്ത ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല ഷേപ്പിൽ ഉടുക്കാൻ പറ്റും. അത് ഉടുക്കുന്ന ഒരു രീതി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. എന്നാലും ഞാൻ എൻ്റെ ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. എന്നോട് ഒരു കുട്ടി റിക്വസ്റ്റ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരാളെങ്കിൽ ഒരാൾ, ആ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം അത്ര അധികം കോംപ്ലിമെൻറ്റ് കിട്ടിയായിരുന്നു കേട്ടോ ഈ ഒരു സാരി ഉടുത്തിട്ട് പോയപ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉടുക്കുന്നത്. പിന്നെ ബാക്കി അറിയാമല്ലോ സാരി എങ്ങനെയാണ് ഉടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഉടുക്കേണ്ടതെന്നുള്ളത് എനിക്ക് ഒരുപാട് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. എന്നിരുന്നാലും ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എങ്ങനെയാണ് സാരി ഉടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സാരി ഞാൻ പ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. കാരണം ഉടുക്കാൻ എളുപ്പത്തിന് ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നേരത്തെ തന്നെ പ്ലീറ്റ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു കാര്യം. ഇപ്പം നല്ല ഷേപ്പിൽ തന്നെ നല്ല ഭംഗിക്കിരിക്കും കേട്ടോ. ഏതൊരു സാരി ആയാലും, ഇപ്പോൾ പടാന്ന് നിൽക്കുന്ന സാരി ആയാൽ പോലും നമുക്ക് ഭംഗിക്ക് ഉടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ നിഴലടിക്കാത്ത സാരികളിൽ മാത്രമേ ഈ ട്രിക്ക് വർക്കാവത്തുള്ളൂ. അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ പലരും വിചാരിക്കുന്നത് 10,000 കൊടുത്ത് സാരികൾ വാങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ഭംഗിക്ക്, ഷേപ്പിന്, അല്ലെങ്കിൽ ആ ഒരു തുണിയുടെ ടെക്സ്ചർ അനുസരിച്ചിട്ടേ ഉടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഒരു സാരി പൂർണ്ണമായും ഉടുത്ത് ചെറിയൊരു കമ്മലും പൊട്ടും ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും ആരായാലും സുന്ദരി തന്നെയാണ്, നല്ല കോംപ്ലിമെൻറ്റ് കിട്ടുകയും ചെയ്യും. എന്നാൽ നമ്മൾ ഈ ഇത്രയും രൂപ കൊടുത്ത് മേടിക്കുന്ന സാരിയിലല്ല, അത് നമ്മളെങ്ങനെയാണ് ഉടുക്കുന്നത് എന്നതിലാണ് കാര്യമുള്ളത്. സത്യം അതെന്നുള്ളതാണ് സത്യം. നമ്മളൊരു സാരിക്ക് എത്ര രൂപ കൊടുത്തു എന്നതിലല്ല കാര്യം, അത് എത്രത്തോളം വൃത്തിയായും ഭംഗിയായും ഉടുക്കുന്നു എന്നതിലാണ് കാര്യം. എൻ്റെ ഒരു സാരി തന്നെ ഞാൻ ഒരുപാട് റേറ്റൊന്നും കൊടുത്ത് അങ്ങനെ സാരി വാങ്ങാറില്ല കേട്ടോ. ചെറിയ ഒരു 1000-ൻ്റെ അകത്തൊക്കെയുള്ള ഏറ്റവും മിനിമലായിട്ട് പോയി കഴിഞ്ഞാൽ, പിന്നെ എന്തെങ്കിലും ഫങ്ഷൻസ് കാര്യങ്ങൾക്ക് മാത്രമാണ് ജസ്റ്റ് ഒന്ന് വില കൂടും. അത്രയല്ലാതെ ഞാൻ ഒരുപാട് ഓവർ പൈസയ്ക്കല്ല ഞാൻ സാരികളൊന്നും വാങ്ങുന്നത്. അതുപോലെ തന്നെ വില കൂടിയ സാരിയേക്കാളും തിളങ്ങും നമ്മൾ എങ്ങനെയാണ് സാരി ഉടുക്കുന്നത് എന്നുള്ള രീതി അനുസരിച്ചിട്ടാണ് നമുക്ക് കോംപ്ലിമെൻറ്റ് കിട്ടുന്നതും കാര്യങ്ങളും. സാരിയല്ല നിങ്ങളെ മനോഹരമാക്കുന്നത്, നിങ്ങളുടെ വ്യക്തിത്വമാണ് ആ സാരിക്ക് ഭംഗി നൽകുന്നത്. അത് നമ്മൾ സാരി എങ്ങനെ ഉടുക്കുന്നു എന്നതിലാണ് കാര്യം. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും, സാരി ഇഷ്ടമില്ലാത്തവർ പോലും, നമ്മളിപ്പോൾ ചിലർക്ക് ഒരു മടിയുണ്ട് സാരി ഉടുക്കുമ്പോൾ, അയ്യോ എനിക്ക് ഷേപ്പില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ്, ഞാൻ ഉടുത്താൽ കൊള്ളത്തില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ആ ഒരു കോംപ്ലിമെൻറ്റൊക്കെ മാറ്റി വയ്ക്കുക. നമ്മളെ തന്നെ സ്നേഹിക്കുക ആദ്യം. എന്നാൽ മാത്രമാണ് നമുക്ക് എല്ലാത്തിലും കോൺഫിഡൻസ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു സാരിക്ക് ഈ ഒരു ബ്ലൗസാണ് വെയർ ചെയ്യുന്നത്. ആക്ച്വലി ഇതെൻ്റെ മോളുടെയാണ്.
ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും ഞാനിങ്ങനെ മോളോട് പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബ്ലൗസ് ഇങ്ങനെ മോഡൽ കേട്ടോ. ഞാൻ ഈ മോഡലൊന്നും വെച്ച് കെട്ടൊന്നും വെച്ച് തെക്കാറില്ല. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, എന്നാൽ പിന്നെ അമ്മ എടുത്തോ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മ എടുത്തോ. അതങ്ങനെ അവൾ ഗിഫ്റ്റായിട്ട് തന്നെയാണ് കേട്ടോ. ഒരൊറ്റ പ്രാവശ്യം മാത്രമേ അവൾ ഉടുത്തിട്ടുള്ളൂ. അങ്ങനെ എൻ്റെ 2 മക്കൾക്കും സാരി ഒരുപാട് ഉടുക്കുന്നത് ഇഷ്ടമുള്ള കൂട്ടത്തിലില്ല. അവരിങ്ങനെ മോഡേൺ വേഷമാണ് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇപ്പം ഞാൻ ഈ സാരികൾ ഉടുക്കുന്ന കണ്ട് അവർക്കും ഇഷ്ടമായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കെട്ട് മോഡലൊന്നും എനിക്ക് വേണ്ട ഒച്ചയെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുന്നു, അതിനിപ്പോൾ എന്താ ആൾക്കാരെ നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അമ്മ ധൈര്യമായിട്ടിട്ട്, ഇതിലിപ്പോൾ എന്താ കുഴപ്പമുള്ളതെന്ന്. ഇപ്പോൾ ഒരു അമ്മച്ചിമാർ വരെ ഇടുന്നുണ്ട്, അതിനിപ്പോൾ എന്താ കുഴപ്പമുള്ളത്, അതുകൊണ്ട് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളുടെ ബ്ലൗസ് സഹിതം തന്നു. ഇപ്പോൾ ഞങ്ങളെല്ലാവർക്കും ഒരേ അളവ് ആയതുകൊണ്ട് തന്നെ അതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സാരി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ സാരി ഉടുക്കാൻ അറിയാത്തവർക്ക് അല്ലെങ്കിൽ പാവാട ഉടുത്ത് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ബൈ.